ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കൂണാണ് കേട്ടോ. കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ കൂണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചതാണ്. കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കടുക് വറുക്കാൻ ആവശ്യമായ ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഞാനിവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂൺ ഇട്ട് കൊടുക്കാം. കൂൺ ചേർത്ത് കൊടുത്തു. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചത് ചേർത്തു. പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കണം. 5 മുതൽ 7 മിനിറ്റ് വരെ ഇതിന് വേകാൻ സമയം വേണം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. കടുക് ഇട്ടു ഞാൻ. കടുക് വറുത്തിട്ട് ഇത് കുറച്ച് ഇതിൻ്റെ ഇച്ചിരി എനിക്ക് ഡ്രൈ ആക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിനെ ഇളക്കി ഡ്രൈ ആക്കുകയാണ്. ഇച്ചിരി എണ്ണയും കൂടിപ്പോയി. അപ്പോൾ ഇത്രയും എണ്ണയും വേണ്ട കേട്ടോ. എണ്ണ ഇച്ചിരി അറിയാതെ ഇച്ചിരി ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളവും ഉണ്ടല്ലോ, ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ കിടന്ന് വെന്തോളും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റെസിപ്പിയാണ്, കൂൺ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക്സ്.